അതെ, തിരുസഭയുടെ ചരിത്രത്തിൽ 267 മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി വത്തിക്കാനിൽ സജ്ജീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവനും പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ദിനങ്ങൾ. യോജിച്ച ഈ ദിവസങ്ങളിൽ പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള പ്രക്രിയയ്ക്ക് അറിയപ്പെടുന്ന പേരാണ് കോൺക്ലേവ്. ആ കോൺക്ലേവിനെ കുറിച്ച് സാധാരണക്കാർക്ക് കൃത്യമായിട്ട് വ്യക്തതയുണ്ടോ എന്ന് സംശയമുണ്ട്. എന്താണ് കോൺക്ലേവ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് ചോദിച്ച കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കർദിനാൾമാർ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു സമ്മേളനമാണ് കോൺക്ലേവ്. യഥാർത്ഥത്തിൽ എത്തിമോളജി എന്ന് പറയുന്നത് ഇത് വരുന്നത് 2 ലാറ്റിൻ പദത്തിൽ നിന്നാണ്. കുമ്മ് എ ക്ലാവെ, അത് എന്ന് പറഞ്ഞാൽ വിത്ത് എ കീ എന്നാണ് അർത്ഥം. താക്കോൽ ഉപയോഗിച്ച് എന്ന്. അതായത് താക്കോൽ ഉപയോഗിച്ച് ഈ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന വോട്ടവകാശമുള്ള എല്ലാ കർദിനാൾമാരെയും പൂട്ടിയിടുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സമ്പ്രദായമുണ്ട് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇതിന് കോൺക്ലേവ് എന്ന വാക്ക് വന്നത്. ഒരുപക്ഷെ ഇങ്ങനൊരു കോൺക്ലേവ് എന്ന രീതിയിൽ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പ് വരാൻ കാരണം ചരിത്രത്തിൽ 13-ാം നൂറ്റാണ്ടിൽ വിറ്റർബോയിലെ പേപ്പൽ പാലസിൽ നടന്ന മാർപ്പാപ്പയുടെ ഇലക്ഷൻ ആയിരിക്കാം. അന്ന് നമ്മൾ വായിച്ചതനുസരിച്ച് ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. 13-ാം നൂറ്റാണ്ടിലാണ് തിരുസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നീണ്ടുനിന്ന കോൺക്ലേവ് നടന്നത്. അത് ഏകദേശം 3 വർഷത്തോളം നീണ്ടുനിന്നു. 3 വർഷത്തോളം ആ കോൺക്ലേവ് നീണ്ടുനിന്നു എന്നാണ് മനസ്സിലാക്കുക. അതിന് കാരണം ഇതായിരുന്നു. അന്ന് രാഷ്ട്രീയ ഇടപെടലുകൾ മൂലവും അതോടൊപ്പം തന്നെ കർദിനാൾമാർ തമ്മിൽ ഉണ്ടായിരുന്ന അസ്വാരസ്യവും ധാരണക്കുറവും മൂലം മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിൽ അവർക്ക് തമ്മിൽ ഒരു ധാരണയിലെത്താനായിട്ട് കഴിഞ്ഞില്ല. അതിന്റെ ഫലമായിട്ട് അൽമാരെല്ലാവരും കൂടെ ഈ കോൺക്ലേവ് നടന്ന സ്ഥലത്ത് പോയി പൂട്ടിയിടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ആരെ പൂട്ടിയിട്ടു? കർദിനാൾമാരെ എല്ലാവരെയും പൂട്ടിയിട്ടു. അങ്ങനെ ജനം പുതിയ മാർപ്പാപ്പയെ കിട്ടുവാൻ വേണ്ടി 13-ാം നൂറ്റാണ്ടിൽ 3 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. മാത്രമല്ല അവരെന്ത് ചെയ്തു? മാർപ്പാപ്പയെ ഇലക്ട് ചെയ്യാൻ വേണ്ടി കർദിനാൾമാർ തയ്യാറാവാത്തത് കൊണ്ട് ഈ പൂട്ടിയിട്ട സ്ഥലങ്ങളിൽ അവർക്ക് ഭക്ഷണവും അതോടൊപ്പം തന്നെ പാനീയങ്ങളും അവർ നിഷേധിക്കുക പോലും ഉണ്ടായിരുന്നു. മാത്രമല്ല പിന്നീട് അവർ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം പൊളിച്ച് അവർ ഭക്ഷണം ഇറക്കി കൊടുക്കുകയായിരുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങൾ കർദിനാൾമാരെ നിന്നും ഒരു പാപ്പയെ തെരഞ്ഞെടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ 3 വർഷം തികയുന്ന സാഹചര്യത്തിലാണ് തിരുസഭയുടെ ചരിത്രത്തിൽ ഗ്രിഗറി 10-ാമൻ മാർപ്പാപ്പയെ അവർ അന്ന് തെരഞ്ഞെടുക്കുകയുണ്ടായെന്ന്. അത് ചോദിച്ച ഗ്രിഗറി 10-ാമൻ മാർപ്പാപ്പയാണ് ഈ എക്സ്പീരിയൻസിന് ശേഷം കോൺക്ലേവ് ഒഫീഷ്യലായിട്ട് പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ അർത്ഥം ഇതാണ്: എത്രയും പെട്ടെന്ന് ഇവര് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കണം. കൂടുതൽ അതിന്റെ കൂടുതൽ സമയം ചെലവഴിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഒരു സമ്പ്രദായമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് കോൺക്ലേവില് ഇവരെ പൂട്ടിയിട്ട് വളരെ രഹസ്യ സ്വഭാവമായിട്ട് ഇതിനെ കാണുന്നത്. അതായത് അന്ന് മുതലാണ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായത്തെ കോൺക്ലേവ് എന്ന് വിളിക്കപ്പെട്ടതും കോൺക്ലേവിലൂടെ കർദിനാൾമാരിൽ നിന്നും മാർപ്പാപ്പമാരെ തെരഞ്ഞെടുക്കപ്പെട്ടതും അല്ലെ? അതെ, തീർച്ചയായിട്ടും അതാണ്. അത് സംഭവിച്ചത് 1274 പോപ്പ് ഗ്രിഗറി 10-ാമൻ ഈ പുതിയ നിയമം കൊണ്ടുവന്നത്. ഈ കോൺക്ലേവ് തിരുസഭയിൽ ഏറ്റവും പഴക്കം ചെന്ന ഒരു സമ്പ്രദായമാണെങ്കിലും അത് ഇതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ അതീവ രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തിരുസഭയിൽ ഇത് തുടർന്നുകൊണ്ട് തന്നെ പോവുകയാണ്. അപ്പസ്തോലന്മാരുടെ കാലം മുതൽ റോമിലെ മെത്രാനെ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകമായി വൈദികരുടെയും അതോടൊപ്പം തന്നെ അൽമായരുടെയും അഭിപ്രായങ്ങൾ ആരായുന്ന ഒരു പതിവ് ചരിത്രത്തിൽ ഉണ്ടായിരുന്നു ഈ കോൺക്ലേവിന് മുമ്പായിട്ട്. അതെ, 1059 ഒഫീഷ്യലായിട്ട് കോളേജ് ഓഫ് കാർഡിനൽസ് ഒരു സമിതി ഫോം ചെയ്ത് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിന്റെ രൂപത്തിൽ രൂപാന്തരപ്പെട്ടത് ഒരു സമിതി എന്ന നിലയിൽ. ജോബിച്ച്, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച കോൺക്ലേവിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഏറ്റവും ചെറിയ കോൺക്ലേവ് സംഭവിച്ചത് 1503 അതായത് പോപ്പ് പയസ് 3-ാമന്റെ മരണശേഷം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അവർ പുതിയ പോപ്പിനെ തിരഞ്ഞെടുത്തു, ജൂലിയസ് 2-ാമനെ. അതാണ് ചരിത്രത്തിലെ ഏറ്റവും സമയം കുറഞ്ഞ കോൺക്ലേവ്. ഈ ജൂലിയൻ 2-ാമൻ മാർപ്പാപ്പയാണ് നമ്മളുടെ പുറകിൽ കാണുന്ന സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്ക പുതുക്കി പണിതത്. മാത്രമല്ല അദ്ദേഹം അറിയപ്പെടുന്നത് ഒരു വാരിയർ പോപ്പ് എന്നാണ്. ഈ മാർപ്പാപ്പയാണ് സ്വിസ് ഗാർഡിനെ ഔദ്യോഗികമായി മാർപ്പാപ്പയുടെ സംരക്ഷണാർത്ഥവും
വത്തിക്കാൻ സിറ്റിയുടെ ഈ ബെപ്പൽ ബസിലിക്കയുടെ ഒക്കെ സംരക്ഷണാർത്ഥം ഔദ്യോഗികമായി സ്വിസ് ഗാർഡിനെ ഇവിടെ നിയോഗിച്ചത്. ജോബിച്ച, കോൺക്ലേവിനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൺക്ലേവിന്റെ നിയമങ്ങൾ പരിഷ്കരിച്ച് പ്രത്യേകിച്ച് കർദിനാൾമാരുടെ ഇടയിൽ 2/3 ഭൂരിപക്ഷം എലക്ട് ചെയ്യാൻ പോകുന്ന മാർപ്പാപ്പയ്ക്ക് വേണമെന്ന് നിയമം കൊണ്ടുവന്നത് 17ാം നൂറ്റാണ്ടിലെ ഗ്രിഗറി 15 മാർപ്പാപ്പയാണ്. ജോജിച്ച, ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തിരുസഭയുടെ ചരിത്രത്തിലെ സംഭവമാണ് 1970 പോൾ ആറാമൻ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ളവരുടെ വയസ്സ് 80 വയസ്സിൽ താഴെ എന്ന് നിജപ്പെടുത്തിയത് അദ്ദേഹമാണ്. മാത്രമല്ല അവരുടെ ഇലക്ഷൻ കർദിനാൾമാരുടെ എണ്ണം 120 ആയിരിക്കണമെന്നും നിജപ്പെടുത്തിയതും പോൾ ആറാമൻ മാർപ്പാപ്പയാണ്. പോൾ ആറാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം കോൺക്ലേവിന്റെ പുതിയ പരിഷ്കരണ നടപടികൾ കൊണ്ടുവന്നത് ജോൺ പോൾ 2 മാർപ്പാപ്പയാണ്. ഇതിൽ ജോബിച്ച എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺക്ലേവ് നടക്കുമ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കർദിനാൾമാരും ഡോമോസ് സാന്ത മാർത്തയിലും സിസ്ലീൻ ചാപ്പലിലുമായിരിക്കും. ഇത് രണ്ടും പൂട്ടി വളരെ രഹസ്യ സ്വഭാവത്തോടുകൂടി ആയിരിക്കുമെന്ന് പ്രത്യേകമായിട്ട് നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ജോജിച്ച, എന്നാൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2007 അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പായിട്ട് 2013 ഈ നിയമ നടപടിക്രമങ്ങളിൽ വീണ്ടും പരിഷ്കാരം വരുത്തുകയുണ്ടായി. അതനുസരിച്ച് മാർപ്പാപ്പ മരിക്കുകയോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ രാജിവെക്കുകയോ ചെയ്ത് സേതെ വെക്കാതെ വന്ന് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷൻ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നാൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ നടത്തിയ പരിഷ്കരണം അനുസരിച്ച് 15 ദിവസത്തിനുള്ളിൽ പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് വിളിച്ചു കൂട്ടണമെന്നാണ് പുതിയ നിയമം വന്നിരിക്കുന്നത്. മാക്സിമം അത് 20 ദിവസം വരെ ആകാമെന്നും ഇതിനിടയിൽ നിർബന്ധമായിട്ടും തെരഞ്ഞെടുപ്പ് നടക്കണമെന്നുള്ള കോൺക്ലേവ് നടത്തണമെന്നുള്ള നിയമം കൂടുതൽ സാധൂകരിച്ചതും ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ 2/3 ഭൂരിപക്ഷം വേണമെന്നുള്ള നിയമം കൂടുതൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഈ ഡോക്യുമെന്റിൽ. അങ്ങനെ വീണ്ടും നമുക്ക് കാലഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പുതിയ നടപടിക്രമങ്ങളും ക്രമീകരണങ്ങളും വരുന്നതായിട്ട് നമുക്ക് കാണാം. അതനുസരിച്ചുള്ള കോൺക്ലേവാണ് ഈ നാളുകളിൽ ഇപ്പോൾ നടക്കാൻ പോകുന്നത്. കോൺക്ലേവിനെ സംബന്ധിച്ച് പുതിയ പരിഷ്കരണ നടപടിക്രമങ്ങൾ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്തും സംഭവിക്കുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ കോളേജ് ഓഫ് കാർഡിനൽസ് 120 പേരാണ് ഒഫീഷ്യലായിട്ട് ഉള്ളത്. എന്നാൽ അതിൽ കൂടുതൽ നമ്പർ ആകാമെന്ന് പരിശുദ്ധ പിതാവ് പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു. അതനുസരിച്ചായിരിക്കും ജോജിച്ച ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചരിത്രത്തിൽ ആദ്യമായി 135 കർദിനാൾമാർ വോട്ടവകാശത്തോടു കൂടി ഇപ്പോൾ നിലവിലുള്ളത്. ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിയമ നവീകരണത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതായിരിക്കും അത്. അതെ, തീർച്ചയായിട്ടും ജോബിച്ച, അതിൽ 135-ൽ 2 പേര് ചില സാങ്കേതിക കാരണങ്ങളാൽ കോൺക്ലേവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 133 പേരായിരിക്കും ഇനി വരാൻ പോകുന്ന പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള അധികാരം ഉള്ളവര്. ഏതായിരുന്നാലും ആ 133 പേര് അടങ്ങിയ കർദിനാൾമാരുടെ സംഘമാണ് ഈ മാസം 7 ആരംഭിക്കുന്ന കോൺക്ലേവിൽ പുതിയ മാർപ്പാപ്പ 267 മാർപ്പാപ്പയെ തിരുസഭയ്ക്കായി തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പരിശുദ്ധ പിതാവിനെ തിരഞ്ഞെടുക്കുവാൻ പോകുന്ന സിസ്റ്റീൻ ചാപ്പൽ ഒരു പുതിയ പന്തക്കുസ്തയാകുവാൻ തീരുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവരും ഓട്ടവകാശമുള്ള എല്ലാ കർദിനാലും പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല പാപ്പയെ തിരുസഭയ്ക്ക് ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് കോൺക്ലേവിന്റെ കാലഘട്ടത്തെ നമുക്ക് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതായത് ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മലമുകളിൽ പോയി ഏകാന്തതയിൽ ഇരുന്ന് ലോകവും മറ്റും ആരുമായി ബന്ധമില്ലാതെ പ്രാർത്ഥനാപൂർവം പ്രാർത്ഥിച്ച് ഒരുങ്ങി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതുപോലെ ഈ കോൺക്ലേവിന്റെ കാലഘട്ടത്തിൽ കർദിനാൾമാർ ലോകവും മറ്റും ആരുമായി ബന്ധമൊന്നുമില്ലാതെ അവർ പ്രാർത്ഥനയിലായിരുന്നു കൊണ്ടാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും നമുക്ക് തിരുസഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഈ വളരെ ഏറ്റവും തിരുസഭയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മുഹൂർത്തത്തിൽ പ്രാർത്ഥനാശംസകളുമായി നമ്മുടെ പ്രാർത്ഥനാ സഹായമായിട്ട് നമുക്ക് അവരെ ആത്മീയമായിട്ട് സപ്പോർട്ട് ചെയ്യാം. ഇന്നലെ നടന്ന കർദിനാൾമാരുടെ യോഗത്തിൽ പ്രത്യേകമായിട്ട് ആ കാര്യം ഊന്നി പറയുകയുണ്ടായി ജോജിച്ച്. അതായത് പ്രത്യേകമായിട്ട് എല്ലാ കർദിനാൾമാരും ഒന്നടങ്കം ആവശ്യപ്പെട്ടൊരു കാര്യമാണ് ഈ സമയത്ത് തിരുസഭയ്ക്ക് വേണ്ടി കർദിനാൾമാർക്ക് വേണ്ടി വിശ്വാസ സമൂഹം മുഴുവനും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ഒരു കാര്യം അവർ ഓർമ്മിപ്പിക്കുകയുണ്ടായി. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.
ഈ വരുന്ന കോൺക്ലേവ് ജോജിച്ചൻ സൂചിപ്പിച്ചതുപോലെ ഒരു പന്തക്കുസ്തയുടെ അനുഭവമായി കർദിനാൾമാർക്ക് മാറുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നയിക്കപ്പെടലനുസരിച്ച് പുതിയ മാർപ്പാപ്പ തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.